നിന്റെ അച്ഛന് ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നല്ലോ. എന്ത് കാര്യം എന്താണത്? അതെ അച്ഛന് ഭയങ്കര ആഗ്രഹം എന്താ കല്യാണം കഴിക്കണം. 10-60 വയസ്സായ കണ്ടാളം കിളവന് കല്യാണം കഴിക്കണമെന്ന് നല്ല ആഗ്രഹം. എടാ അതല്ലെന്ന് എടാ എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണമെന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹമെന്ന്. എടാ അതിനിപ്പോ പെണ്ണ് കെട്ടാ അവർക്കൊരു സഹായം ആവൂലേ? എടാ ശരിയാവില്ല. അതെന്ത്? എനിക്ക് വേറെ സെറ്റപ്പ് ഉണ്ട്. ഇല്ലപ്പാ. എടാ നമ്മള് ആശാരിമുക്ക് വഴി രാവിലെ വരുന്ന 8:30 വരുന്ന കല്ലൂര് ബസ്സില്ലേടാ, അതിന്റെ മുൻ സീറ്റിൽ ഒരാളുണ്ട്. ഡ്രൈവർ ഡ്രൈവർ അല്ല, സൈഡിലത്തെ വാതിലില്ലേടാ, വാതിലിന്റെ അവിടെ ഒരു ആള്. അതാണ് ക്ലീനർ. എടാ ക്ലീനറും ഡ്രൈവറും അല്ല, അതിന്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഒരു മഞ്ഞക്കിളി ഇരിപ്പുണ്ട്. പെണ്ണ ലൈനാ. നിനക്ക് ലൈനാ? എത്ര ആളായി? കുറെ നാളായി, ഒരുപാട് വർഷം. കട്ട ലൈനാ, സെറ്റപ്പ് ലൈൻ. അവളെ ഫ്രണ്ട് സീറ്റിലിരിക്കും, ഞാൻ പുറകിലത്തെ സീറ്റിൽ ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടും ഇങ്ങനെ കണ്ണി നോക്കി കഥ പറയും. എന്ത് കഥ കളിയാ? സിനിമാ കഥ. ഏതാ പടം? എടാ ഈ ലൈൻ അടിക്കുന്നവര് നമ്മൾ ഇങ്ങനെ കണ്ണി നോക്കി അങ്ങനെ. അയാളെ വേറെന്തുവാ പേര്? ബിന്ദു, സിന്ധു. വേറെ അറിയത്തില്ല. അറിയത്തില്ലേ? ശരി, ആളെ വീട് എവിടാ? വീട് നെടുമങ്ങാട്, വാളിക്കോട്, പന്തളം. വീട് അറിയത്തില്ല. വീടും അറിയത്തില്ല, പേരും അറിയത്തില്ല. പക്ഷെ ഞങ്ങള് ഭയങ്കര ലൈനാ, അതെനിക്കറിയാം. അവൾ എവിടെയാ ഇറങ്ങുന്നേ? അവള് കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങും. ഞാൻ അവിടുന്ന് 2 സ്റ്റോപ്പിന് അപ്പുറത്ത് ഞാൻ പറഞ്ഞു. എടാ പരമപരാജയമേ, അവളെ കൂടെ നീ അങ്ങ് ആ കോളേജിൽ ഇറങ്ങണം. എന്നിട്ട് കോളേജിനകത്ത് പോയി അവളോട് പറയണം, കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയണം. എടാ അതാണ് ലൈൻ, അതാണ് ചെയ്യേണ്ടത്. എടാ അതെ, അതെനിക്ക് എന്റെ വീട്ടുകാരോടുള്ള വാശിയാണ്. എന്ത് വാശി? സ്കൂളിന്റെ കോളേജിന്റെ പടി ചവിട്ടത്തില്ല. ഇങ്ങനെയാണോ നീ കുറെ പെണ്ണ് കെട്ടും? ഇത്ര പറയുന്ന ആള് നീ എന്താ പെണ്ണ് കേട്ടത്? എടാ എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, നാട്ടുകാർക്കറിയാം. വാർത്തയ്ക്ക് പെൻഷനൊന്നും മേടിക്കാൻ നിൽക്കുന്നവനാ. പ്രായമായില്ല. പതുക്കെ പറ, ആൾക്കാർക്ക് എനിക്ക് ഒരുപാട് പ്രായമൊന്നും കഷണ്ടി ഉള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ ജനുവരി 10-ാം തീയതി എനിക്ക് 30 വയസ്സാവേ ഉള്ളൂ. ഏത് ജനുവരി 10? എല്ലാ ജനുവരിയും 10-ാം തീയതി 30 വയസ്സ്. കുറെ ജനുവരി 10 ആയി.